ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. ഇന്നത്തെ ജയിൽ നോമിനേഷന് ശേഷം വലിയൊരു വഴക്കാണ് അവിടെ നടക്കുന്നത്. അതിൽ ബിന്നി തൻ്റെ കാര്യം നിഷ്പക്ഷമായി നിന്ന് പറയുന്നുണ്ട്. അതായത് കുത്തിത്തിരിപ്പിൻ്റെ റാണിയെന്ന് ഇവിടെ എല്ലാവരും എന്നെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് കുത്തിത്തിരിപ്പിൻ്റെ റാണി ആദിലയാണ് എന്നും ബിന്നി പറയുന്നു. അതായത് അതിൻ്റെ കാരണം നെവിനും ഷാനവാസും തമ്മിൽ ഒരു മല്ലിയില പ്രശ്നമുണ്ട്. അതിൻ്റെ പേര് പാത്രമൊക്കെ പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നെവിനെതിരെ നിന്ന് ആദിലയും നൂറയും സംസാരിച്ചപ്പോൾ പെങ്ങളൂട്ടി കാർഡ് ഇറക്കരുത് എന്ന് നെവിൻ ആദിലയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദില പെട്ടെന്ന് പറഞ്ഞ്, നീ ഇറക്കുന്ന കൂട്ടുള്ള ഒരു വൃത്തികെട്ട കാർഡ് ഞങ്ങൾ ഇറക്കുന്നില്ല, അതിനെപ്പറ്റി പറഞ്ഞാൽ നീ നാറുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇനി ഈ വൃത്തികെട്ട കാർഡ് എന്തുവാണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് നെവിൻ അവിടെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. നെവിൻ ഓരോരുത്തരോടും ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞ്, ഈ വൃത്തികെട്ട കാർഡ് എന്താണ് ഞാൻ ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഷാനവാസിനെ പോയി ബിന്നി പറയുന്നത്, ആ സമയത്ത് അവളുടെ വായിൽ നിന്ന് അത് വീണും പോയി. അവൾ ഷാനവാസിനെ പോയി സ്വാധീനിച്ച് ഇതെങ്ങനെങ്കിലും ഷാനവാസിൻ്റെ മാത്രം ഒരു കാര്യമാക്കി മാറ്റണം, ഷാനവാസ് അവളോട് പറഞ്ഞതാക്കി മാറ്റിയിട്ട് അവൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവൾ ഷാനവാസിനെ സ്വാധീനിക്കുകയായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് ആദിലയെപ്പറ്റി. ലൈവ് കണ്ടപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പെട്ടെന്ന് ആദിലയ്ക്ക് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വീണുപോയി. ഇനി ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമെന്നറിയാതെ പെട്ടെന്ന് ആദില ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്നു. കുറേ സമയം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട്. ലാസ്റ്റ് അത് ഷാനവാസിനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് ഷാനവാസിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ആദില. അത് ഇവിടെ ഇപ്പോൾ ആദില നെവിൻ്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. കാരണം പലരോടും, ബിന്നിയോടാണേലും റെന ഫാത്തിമയോടാണേലും അനുമോളോടാണേലും പലരോടും ആ വീട്ടിലുള്ളവരോട് നടന്ന് ആദില ചോദിക്കുന്നുണ്ട് നെവിൻ്റെ അഭിപ്രായത്തെപ്പറ്റി. നെവിൻ കൂടെ വന്ന് കിടക്കുകയോ ഇരിക്കുകയോ അല്ലെങ്കിൽ ആണുങ്ങളോട് സംസാരിക്കുകയോ ആണുങ്ങളോട് കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിലൊരു അസ്വാഭാവികത ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ഓരോരുത്തരോടായിട്ട് ഈ ആദില ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നത് അനുമോളും ബിന്നിയും റെന ഫാത്തിമയും എല്ലാവരും അവിടെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളോട് ഓരോരുത്തരോടും ആവർത്തിച്ച് ആദില ഇത് ചോദിക്കുന്നുണ്ട്. കാര്യം ആദിലയുടെ പുറത്തുള്ള ആ ഒരു വൃത്തികെട്ട കാർഡെന്നുള്ള കുറ്റങ്ങളിൽ എടുത്തു മാറ്റാൻ അതിൽ ഓരോരുത്തരെയും സ്വാധീനിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുവാണ്. ഇങ്ങനെ ഒരു കാര്യമില്ലേ, നെവിൻ്റെ സ്വഭാവത്തിലൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന്. പക്ഷെ നെവിനാണ് ആ ഹൗസിൽ വന്ന ദിവസം തൊട്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അടുക്കപ്പോയി എല്ലാവരുടെയും അടുക്കപ്പോയി കെട്ടിപ്പിടിച്ച് കിടക്കുകയും എല്ലാം അവരുടെയൊക്കെ ബെഡിൽ പോയി കിടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ. അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ പ്രവീൺ പോകുന്നതിന് മുൻപ് ഇത് അനുമോള് ഇന്ന് ആദില പറഞ്ഞതാണ് നോമിനേഷൻ്റെ ടൈമിൽ. അനുമോള് ചെന്നിട്ട് പ്രവീണിനോട് ചോദിച്ചെന്ന്, നിനക്ക് നെവിൻ അടുത്ത് വന്ന് നിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ എന്ന്. അപ്പം പ്രവീൺ പറഞ്ഞെന്നാ ചെറിയൊരു ഇത് എനിക്കൊരു അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞെന്നാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ മാറ്റി നിർത്തണം കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആദില പലരോടും പറഞ്ഞിട്ടുണ്ട് നെവിൻ അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്താണെന്നുള്ളത്, അതുകൊണ്ട് അവനോട് സൂക്ഷിച്ച് വേണം അവൻ്റെ അടുക്ക കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാനെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ ഓരോരുത്തരും അവിടെ പറയുന്നു. എന്തായാലും ഇപ്പോൾ പ്രശ്നം വഷളായപ്പോൾ ആദില അനുമോളെയും ഇതിൻ്റെ ഇടയ്ക്ക് പഴി ചാരുന്നുണ്ട്. പ്രവീണിനോട് അവൻ്റെ അടുക്ക കിടക്കുന്നത് സൂക്ഷിച്ച് വേണം ഇങ്ങനെ പറഞ്ഞത് അനുമോളാണെന്ന് ആദില പറഞ്ഞു. അതും ആദിലയാണെങ്കിൽ ഷാനവാസിനെ സ്വാധീനിച്ച് അത് ഷാനവാസിൻ്റെ പുറത്തിടാൻ നോക്കി. ഇപ്പോൾ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ചീറ്റി. ഇനി ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആരൊക്കെ ഏറി പോകുമെന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടറിയാം.